ഏറ്റെടുത്ത് പൊള്ളാച്ചിയിലേക്ക് അവർ കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ ഇളയ മകൾ ലേയ ജേക്കബയുടെ ഭർത്താവ് കർത്തുദാസൻ ജോൺ ജപശീലൻ ആണ് ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹത്തെ ചാലക്കുടിയുടെ മരുമകൻ എന്ന് വിശേഷിപ്പിക്കുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ചാലക്കുടിയിൽ കടന്നു വന്ന് ആത്മീയ പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകുന്നവരാണ്. ഇന്ന് നമ്മോട് ദൈവവചനം ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ജോൺ ജപശീലനാണ്. വിജയവാഡയിൽ നിന്നുമാണ് യാത്ര ചെയ്ത് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. അദ്ദേഹം ഇംഗ്ലീഷിലായിരിക്കും വചനം ശുശ്രൂഷിക്കുന്നത്. ഇത് മൊഴിമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർ കോളേജറ്റ് പ്രയർ ഫെലോഷിപ്പിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി ആയിരിക്കുന്ന അജി മർക്കോസിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. 2 കർത്തദാസന്മാരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. I'm so thankful and grateful to God for giving me this wonderful opportunity to come and stand in front of you for sharing good news to this city today. ഈ പട്ടണത്തിൽ കടന്നു വന്ന് കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ അവസരം നൽകിയ വലിയവനായ ദൈവത്തിന് ഞാനെല്ലാം നന്ദിയും പുകഴ്ചയും അർപ്പിക്കുന്നു. I'm so thankful and grateful to God for Pastor Johnson and his church, who has invited me for this wonderful day. ഈ മനോഹര ദിവസത്തിൽ ദൈവവചനം സംസാരിക്കുവാൻ എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസനെയും സഭയെയും ഈ സമയത്ത് വന്ദനം ചെയ്യുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. I am so thankful and grateful to God for all the senior pastors who are sitting over here on the stage. Thank you so much for your presence over here. ഈ വേദി അലങ്കരിക്കുന്ന ബഹുമാനരായ സീനിയർ ആയിട്ടുള്ള മുതിർന്ന കർത്തൃദാസന്മാർക്ക് നന്ദിയും വന്ദനവും അറിയിക്കുന്നു. Thank you so much for each and every one of your presence over here. ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹനീയമായ സാന്നിധ്യത്തിനായിട്ട് നിങ്ങളോട് നന്ദി. At the same time, I am so thankful to God for my interpreter, Pastor Aji Marcos. Really, he is helping me today for interpreting the word of God. ഈ ദൈവവചനം ശുശ്രൂഷയിൽ സഹായിക്കുന്ന ദൈവദാസനും നന്ദി അറിയിക്കുന്നു. Let me introduce who I am very shortly, then I want to go to the word of the Lord. ഞാൻ വളരെ പെട്ടെന്ന് എന്നെ തന്നെ പരിചയപ്പെടുത്തിയിട്ട് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. As you already know, my name is John Jabasilan. I am basically from Tamil Nadu. നിങ്ങൾ കേട്ടതുപോലെ ദേവദാസന്റെ പേര് ജോൺ ജപശീലൻ, തമിഴ്നാട്ടിൽ നിന്നാണ് താൻ കടന്നു വരുന്നത്. As Pastor Babu already introduced, my wife is from Chalakudi. Her name is Leia Jacobi. നേരത്തെ കർത്താവിന്റെ ദാസൻ ബോബു സാറ് പരിചയപ്പെടുത്തിയതുപോലെ ദേവദാസന്റെ ഭാര്യ ലേയ ജാക്കോബി ഈ ചാലക്കുടി പട്ടണത്തിൽ നിന്നുള്ള സഹോദരിയാണ്. God has blessed us with 2 children. Our daughter name is Jeslia. She is from Andhra Pradesh. ഞങ്ങളെ ദേവദാസനെയും ഭാര്യയെയും കുടുംബമായി 2 കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അവർ വിജയവാഡയിലായിരിക്കുന്നു. God has blessed us with 1 daughter. Her name is Jeslia. She is from Andhra Pradesh. മോളുടെ പേര് ജസ്ലിയ എന്നാണ്. ദേവദാസന്റെ മകളുടെ പേര് ജസ്ലിയ. She is from Andhra Pradesh. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മോളാണ്. God has blessed us with 1 more son. His name is Judah. He is from Telangana state. മറ്റൊരു മകനെ ദൈവം നൽകി. ആ മകൻ തെലങ്കാന സംസ്ഥാനത്തിൽ നിന്നുള്ള മകനാണ്. We are from the United States of India. ഈ ദേവദാസനും കുടുംബം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ പോലെയാണ്. Say hallelujah. Hallelujah. God has sent us as a family to Andhra Pradesh 8 years ago as missionary over there. 8 വർഷം മുമ്പ് ഒരു കുടുംബമായി ഈ ദേവദാസനെയും കുടുംബത്തെയും ആന്ധ്രാപ്രദേശിലേക്ക് ദൈവം കൊണ്ടുവന്നു. We are settled over there to share the good news of Jesus Christ for especially exclusively for both states, Andhra Pradesh and Telangana state. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും സുവിശേഷം അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ ദേവദാസനും ആ കുടുംബവും അവിടെ താമസിക്കുന്നു. Kindly pray for our family and our church so that we can glorify the name of the Lord in both states. ഈ കുടുംബത്തെ ഓർത്ത് ദയവായിട്ട് പ്രാർത്ഥിക്കുക. അവർ ദൈവം നാമത്തെ മഹത്വപ്പെടുത്തി ആ ദേശത്തായിരിക്കുവാൻ ദയവായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. Say hallelujah. 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 Right. Let me
pray for this particular town, Chalakudi town, very shortly before I start my message. സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പട്ടണത്തെ ഓർത്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. I think you know about Chalakudi town very clearly. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പട്ടണം ചാലക്കുടി പട്ടണം വളരെ വ്യക്തമായിട്ട്. There are nearly 55,000 people in Chalakudi town. ചാലക്കുടി പട്ടണത്തിൽ ഏകദേശം 55,000 ജനങ്ങൾ താമസിക്കുന്നു. There are nearly 33 wards in Chalakudi town. 33 വാർഡുകൾ ചാലക്കുടിയിലുണ്ട്. Our literacy rate of Chalakudi town 97.03%. 97% അക്ഷരാഭ്യാസമുള്ള ഒരു പട്ടണമാണ് ഈ പട്ടണം. This Chalakudi town's literacy rate is higher than our Kerala state average 94%. കേരളത്തിലെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 94%. അങ്ങനെ നോക്കുമ്പോൾ ചാലക്കുടിയുടെ ലിറ്ററസി റേറ്റ് കേരളത്തിലെ മൊത്തം ലിറ്ററസി റേറ്റിനേക്കാൾ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. There are nearly 15,000 houses in our Chalakudi town. 57,000 വീടുകൾ ചാലക്കുടിയിലുണ്ട്. Our MLA name is BD Devadasi. We are going to pray for everything right now. നമ്മുടെ MLAയുടെ പേര് BD ദേവസി എന്നാണ് നമുക്കറിയാം. ആ വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. God asked me to pray for Chalakudi town's blessing. Then God asked me to start the message today. ദൈവം എന്നോട് പറഞ്ഞു ഈ ചാലക്കുടി പട്ടണത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നിട്ട് ചാലക്കുടിക്കുള്ള സന്ദേശം നൽകണം. Let's all raise our right hand and pray for our നമ്മുടെ വലതു കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. Let's all look upon our Lord Jesus Christ. നമ്മുടെ ദൈവത്തെ യേശു കർത്താവിനെ നമുക്ക് നോക്കാം. Let's all say, Lord, bless nearly 55,000 people who are in this Chalakudi town. കർത്താവേ, ചാലക്കുടി പട്ടണത്തിലുള്ള 55,000 വരുന്ന ജനങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുക. Let everyone be blessed and saved for your glory, Lord. ഓരോ വ്യക്തിയും കർത്താവേ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, യേശുവിനെ അറിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. Lord, we pray for all the 33 wards in this Chalakudi town. Even we pray for all the houses in 33 wards, Lord. ഈ ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിലുള്ള 33 വാർഡുകളിലുള്ള വീടുകളെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുക. Lord, please bless every family, Lord Jesus. ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. Please keep them peaceful always, Lord. അവരെപ്പോഴും സമാധാനമുള്ളവരായിരിക്കാൻ ദൈവം സഹായിക്കണമേ. Lord, there should not be any fight between two families in our Chalakudi town. ചാലക്കുടിയിലുള്ള ആരും തന്നെ അന്യോന്യം കുടുംബങ്ങൾ കലഹിക്കാൻ ദൈവം ഇടവരുത്തരുത്. Let our Chalakudi town become a town of peace in the name of Jesus. ചാലക്കുടി പട്ടണം സമാധാനത്തിന്റെ പട്ടണമാകുവാൻ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, we ask your children, bless this Chalakudi town for your glory, Lord. കർത്താവേ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ അങ്ങയുടെ മഹത്വത്തിനായി ഈ പട്ടണത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Lord, we pray for all the students who are studying in schools and colleges. Please give them your wisdom and knowledge to study very well, ഈ Lord. പട്ടണത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. In the name of Jesus, യേശുവിൻ നാമത്തിൽ let everyone study very well. Let them grow in your wisdom, Lord. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിച്ച് നല്ല ബുദ്ധിയുള്ളവരായി വളരുവാൻ ദൈവം സഹായിക്കണം. Lord, we pray for our MLA BD Devadasi. Mr. BD Devadasi, bless him and his family and his ministry, Lord. ഞങ്ങളുടെ MLA BD ദേവസി എന്ന ആ MLA ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Bless him wherever he goes, Lord. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തെ അനുഗ്രഹിക്കണം. Even we pray for our Thrissur district. There are 32 lakhs people, Lord. Let everyone be blessed. 32 ലക്ഷം ജനങ്ങൾ പാർക്കുന്ന തൃശൂർ ജില്ലയെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray for all the 95 villages in Thrissur district, Lord. തൃശൂർ ജില്ലയിലെ 95 ഗ്രാമങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Thank you so much for blessing our Thrissur district, ഈ Lord. തൃശൂർ ജില്ലയെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ അങ്ങേക്ക് നന്ദി. Lord, even we pray for our Kerala state, Lord. കേരള സംസ്ഥാനത്തെ അവിടുത്തെ കരങ്ങളിൽ We pray ഏൽപ്പിക്കുന്നു. for our chief minister, Mr. Pinarayi Vijayan, Lord Jesus. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ
ഓർത്ത് Lord, പ്രാർത്ഥിക്കുന്നു. please bless him and give him your wisdom and knowledge and use him very mightily, Lord. അവിടുത്തെ ബുദ്ധിയും ജ്ഞാനവും അങ്ങയുടെ ആ മുഖ്യമന്ത്രിക്ക് നൽകി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, we pray for 14 districts in Kerala as well as nearly 4 crores of people in Kerala, Lord. കേരളത്തിലെ 14 ജില്ലകളെയും 4 കോടി അതിലധികം വരുന്ന ജനങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. We bless everyone in Kerala in your name. കേരളത്തിലെ ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Thank you so much for hearing our prayers, ഞങ്ങളുടെ Lord. പ്രാർത്ഥന കേട്ടതിനാൽ അങ്ങേക്ക് നന്ദി. Lord, please speak to us today, Lord Jesus. ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. Even we pray for the people who are doing business in this town, be blessed in the ഈ name of Jesus. പട്ടണത്തിൽ ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. Lord, let the ratio of murder and theft be reduced in this town in the name of ഈ Jesus. പട്ടണത്തിലെ കൊലപാതകങ്ങളും കളവുകളും ഇല്ലാതാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Thank you so much for hearing our prayers. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ അങ്ങേക്ക് നന്ദി. Thank you so much for going to speak to us today, ഞങ്ങളോട് Lord. സംസാരിക്കുന്നതിനാൽ അങ്ങേക്ക് നന്ദി. We render you all the praises and honor and glory. എല്ലാ മഹത്വവും അങ്ങേക്ക്. In Jesus' most precious name we humbly pray. യേശുവിന്റെ മഹനീയമായ നാമത്തിൽ Amen. ആമേൻ. As the children of God, we have blessed and prayed for our town. Really, you are going to see the mighty blessings in the coming days. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ഇവിടെ ഈ പട്ടണത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. ഈ ദിവസങ്ങളിൽ ഈ പട്ടണത്തെ ദൈവം അനുഗ്രഹിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റാം. According to 2 Chronicles chapter 7 verse 14, when we pray for the blessing of any town, any city, any country, that will be done in the name of Jesus. 2 ദിനവൃത്താന്തങ്ങൾ 7-ാം അധ്യായം 14-ാം വാക്യപ്രകാരം നാം ഏത് പട്ടണത്തെ അനുഗ്രഹിച്ചാലും ആ പട്ടണം ഒരു അനുഗ്രഹമായി മാറും. Say hallelujah. ഹല്ലേലൂയ. Let me tell my testimony very shortly before I start the word of the Lord. ചുരുക്കമായി പ്രിയ ദേവദാസന്റെ സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. My father was a heavy drunkard in Tamil Nadu. ആ ദേവദാസന്റെ പിതാവ് ഒരു വലിയ മദ്യപാനിയായിരുന്നു തമിഴ്നാട്ടിൽ. So in our family 3 children. ഞങ്ങളുടെ കുടുംബത്തിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. I am the eldest one in my family. ആ ദേവദാസനാണ് ആ മൂത്ത മകൻ. Even 5 of them every day, we were struggling a lot to live in this world. 5 മക്കൾ ഓരോ ദിവസവും 5 പേരും ഓരോ ദിവസവും ജീവിക്കുവാൻ കഷ്ടപ്പെടുകയായിരുന്നു. Because of the drinking habit of my father. പിതാവിന്റെ ആ കഠിനമായ മദ്യപാനം മൂലം Every day he used to come home with heavy drunk and beat all 4 of us. ഓരോ ദിവസവും മദ്യപിച്ച് വന്ന് 4 പേരെയും ഉപദ്രവിക്കും. There was no peace, no happy at all. ആ കുടുംബത്തിൽ ഒരിക്കലും സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നില്ല. Even many times as a family we tried to commit suicide. പല പ്രാവശ്യവും ആത്മഹത്യ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. But by the grace of God we were saved. ദൈവകൃപയാൽ ദൈവം ഞങ്ങൾ അതിൽ നിന്ന് രക്ഷിച്ചു. Because God had a great plan about our family. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന് ഞങ്ങളെ കുറിച്ച് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. One day what happened, my father went for drinking alcohol. ഒരു ദിവസം എൻ്റെ പിതാവ് മദ്യപിക്കാനായിട്ട് കടന്നുപോയി. That evening my mother told, we all 4 will go and commit suicide. ആ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ അമ്മ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോയി ആത്മഹത്യ ചെയ്യാം. So we all 4 went to a jungle. In that jungle there is a deep well. If we jump inside, no one will come to know that we are inside. 4 പേരും കൂടി ഒരു വനത്തിൽ പോയി ചാടി മരിക്കുവാനായിട്ട് തീരുമാനിച്ചു. So when we went inside, my mother asked, shall we commit suicide now? അമ്മ ചോദിച്ചു നമുക്ക് ആത്മഹത്യ ചെയ്യണോ? Shall we commit suicide now? നമുക്കിപ്പോൾ ആത്മഹത്യ ചെയ്യാം. My younger sister told, Mummy, you say 1, 2, 3, I will try to jump inside and die. എൻ്റെ ഇളയ സഹോദരി പറഞ്ഞു അമ്മ 1, 2, 3 പറഞ്ഞോ ഞാൻ ചാടി മരിക്കാം. My younger sister told, instead of being beaten by father every day and dying little by little, we will commit suicide on one day. പിതാവ് ഓരോ ദിവസം വന്ന് ആ പിതാവിന്റെ മർദ്ദനം ഏൽക്കുന്നതിനേക്കാളും നല്ലതാണ് ഇവിടെ ചാടി മരിക്കുന്നത്. That time my sister was nearly 7 or 8 years old. ആ സമയത്ത് എൻ്റെ സഹോദരി 7 or 8 വയസ്സ് പ്രായമുള്ള സഹോദരിയായിരുന്നു. Even my mummy asked the same question to my younger brother, shall we commit suicide now? എൻ്റെ ഇളയ സഹോദരനോടും എൻ്റെ മമ്മി ചോദിച്ചു നമുക്ക് ആത്മഹത്യ ചെയ്യാം. He also told, Mummy, tell 1, 2, 3, I am also ready to jump inside. മമ്മി പറഞ്ഞു 1, 2, 3 എന്ന് പറഞ്ഞാൽ ഞാനും ചാടി മരിക്കാം എന്ന് ഇളയ സഹോദരൻ പറഞ്ഞു. Finally my mummy asked the same question to me. എന്നോടും മമ്മി ആ ചോദ്യം ചോദിച്ചു. I told, Mummy,
please, no need to die, mummy, today. ഞാൻ മറുപടി പറഞ്ഞു, ഇന്ന് മരിക്കണ്ട. We will go back home. Even I will go to the streets and beg, beg for money. I will make you live in this world. ദേവദാസൻ പറഞ്ഞു, നമുക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. ഞാൻ തെരുവുകളിൽ നടന്ന് പിച്ച തെണ്ടിയാണെങ്കിലും ഈ കുടുംബത്തെ ഞാൻ പുലർത്താം. That time I was almost 11 years old. ഞാൻ ആ സമയത്ത് 11 വയസ്സുള്ള ഒരു ബാലകനാണ്. I don't know how I told that word on that particular day. അന്ന് ആ വാചകം എങ്ങനെ പറഞ്ഞു എന്ന് ഇന്നും എനിക്കറിയില്ല. But after I came for the full-time ministry, when God started using me all over the world, I understood that was the purpose of God. God stopped to me on that particular day. ദൈവ സ്നേഹത്തിൽ പിടിക്കപ്പെട്ടവനായി ദൈവവേലയിൽ കടന്നു വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി അത് ദൈവം തന്ന വാക്കുകളായിരുന്നുവെന്ന്. Because that day I denied to die, we all came back home. അന്ന് ഞാൻ മരിക്കാൻ തയ്യാറാകാത്തതിനാൽ ഒരുമിച്ച് ഭവനത്തിലേക്ക് കടന്നു വന്നു, മടങ്ങി വന്നു. Again same thing happened in our life. വീണ്ടും ജീവിതത്തിൽ ആ പഴയ പോലെ പിതാവിന്റെ മദ്യപാനവും ഉപദ്രവവും തുടർന്നു. Even in between I took a decision. When I became a young man, I have to take a long knife and kill my father on the street, making him running on the street. ഒരു ചെറുപ്പക്കാരനായി മുതിർന്നു വന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ പിതാവിനെ ഒരു വലിയ പിച്ചാത്തി എടുത്ത് ഇല്ലാതാക്കാം, കൊന്നുകളയാമെന്ന് ചിന്തിച്ചു. Such a way he used to beat all four of us. അങ്ങനെയായിരുന്നു ഞങ്ങളെ നാലുപേരെയും ആ പിതാവ് മദ്യപിച്ച് വന്ന് ലക്ക് കെട്ട് വന്ന് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. Not even one day we lived peacefully. ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. Every day crying. ഓരോ ദിവസവും കരച്ചിലായിരുന്നു. I know some of your families also are facing a same situation. ഒരുപക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. I know even in your family some of your husbands, some of your young children are addicted to drinking habit. ഒരുപക്ഷേ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ, പിതാക്കന്മാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കാം. Let me tell you what happened to my father. This testimony will help you to understand the power of God. എൻ്റെ പിതാവിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ പറയാം. ആ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. I already told you I took a decision of killing my father when I became young man. ഈ ദേവദാസൻ നേരത്തെ പറഞ്ഞു, ചെറുപ്പത്തിൽ ആ പിതാവിന്റെ ഉപദ്രവം സഹിക്കാതെ പിതാവിനെ ഇല്ലാതാക്കുവാനായിട്ട് ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. But when I became a young man, when I started going to college, when I was studying BSc chemistry first year, Jesus saved me. എന്നാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് BSc കെമിസ്ട്രി കോളേജിൽ പഠിക്കുന്ന സമയത്ത് യേശു എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. യേശു എന്നെ രക്ഷിച്ചു. Hallelujah. After my salvation I started praying for the repentance, praying for the salvation of my father. എൻ്റെ രക്ഷയ്ക്ക് ഞാൻ യേശുവിനെ കണ്ടെത്തിയതിനു ശേഷം എൻ്റെ പിതാവിന്റെ രൂപാന്തരത്തിന് മാറ്റത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 years I prayed for the salvation of my father. എൻ്റെ പിതാവിന്റെ മാറ്റത്തിന് വേണ്ടി, രൂപാന്തരത്തിന് വേണ്ടി 2 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. God heard my humble prayers. ദൈവം എൻ്റെ ആ പ്രാർത്ഥന കേട്ടു. My father got saved. എൻ്റെ പിതാവിനെ ദൈവം രക്ഷിച്ചു. Hallelujah. When he was having the drinking habit, he used to talk all the bad words in Tamil. ആ മദ്യപാന തുടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് ഒത്തിരി മോശം വാക്കുകൾ, ചീത്ത വാക്കുകൾ സംസാരിക്കുമായിരുന്നു. But after he received salvation, he became a hallelujah father. എന്നാൽ യേശുവിനെ കണ്ടെത്തിയ അന്ന് മുതൽ എൻ്റെ പിതാവ് ഹല്ലേലൂയ പറയുന്ന പിതാവായി മാറി. Amen. Amen. Even every time in the church, whenever pastor is preaching, he is the one who always says hallelujah in the church. ഞങ്ങളുടെ സഭയിൽ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഹല്ലേലൂയ പറയുന്നത് എൻ്റെ പിതാവാ. If one day there is no sound of hallelujah, that pastor used to ask me, where is your father, why he didn't come to church? സഭയിൽ ഹല്ലേലൂയ ശബ്ദം മുഴങ്ങാത്ത അന്ന് പാസ്റ്റർ വന്ന് ചോദിക്കും, എന്ത് പറ്റി പിതാവിന് എന്ന് ചോദിക്കും. Say hallelujah. Hallelujah. God changed my father. പിതാവിന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചു. After that he was living 5 more years, then he died and went to be with Lord Jesus Christ. അതിനുശേഷം 5 വർഷം കൂടി ഒരു ദൈവവേദനായ എൻ്റെ പിതാവ് ജീവിച്ചിരുന്ന് ഈ ലോകത്ത് നിന്ന് കടന്നു പോകാൻ. Listen to me very carefully. എന്നെ ശ്രദ്ധിക്കണമേ. The same God who saved my father from drinking habit
Even today, he is ready to save everyone from the bad habit. ഈ ദൈവദാസന്റെ പിതാവിനെ മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവ പൈതലാക്കി മാറ്റിയ ദൈവത്തിന് നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയും. Amen. ആമേൻ. There is everything possible with our Lord Jesus Christ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, യേശുവിനാൽ അസാധ്യമായത് ഒന്നുമില്ല. 2010 years ago, this Jesus came to this world as a newborn baby. ഏകദേശം 2010 വർഷം മുമ്പ് യേശു ഈ ഭൂമിയിൽ ജാതനാകുവാനിടയായി തീർന്നു. He was born at Bethlehem. യേശു ബത്ലഹേമിൽ ജനിച്ചു. Bethlehem is the center of this entire world. ഈ ലോകത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായി വരുന്ന ബത്ലഹേമിൽ യേശു ജനിച്ചു. Why was Jesus born at Bethlehem? എന്തുകൊണ്ട് യേശു ബത്ലഹേമിൽ ജനിച്ചു? That is the center place of this entire world. ഏകദേശം ലോകത്തിന്റെ മധ്യഭാഗമായി വരുന്നത് ആ സ്ഥലമാണ്. Because Jesus is the center for this entire world. ഈ ലോകത്തിന്റെ മധ്യം, സെന്റർ എന്ന് പറയുന്നത് അത് യേശുവാണ്. Say hallelujah. ഹല്ലേലൂയ. Jesus is for the nations, for this world. യേശു ഈ ഭൂമിക്ക് വേണ്ടി, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. The name Jesus meaning savior. യേശുവിന്റെ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. He alone can save everyone in this world. യേശുവിന് മാത്രമേ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും രക്ഷിക്കുവാൻ, സ്നേഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. Jesus told John chapter 14 verse 6, I am the way, the truth and the life. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. Nobody in this world said same like Jesus Christ. യേശുവിനെ പോലെ ഈ ലോകത്ത് ആരുമില്ല. He alone said, I am the way, the truth and the life. യേശു തന്നെത്താൻ പറയുക, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. Listen to me very very carefully. ശ്രദ്ധിക്കണമേ. I know some people are listening this sound from different places. ഞാൻ കാണുന്നു പല കോടുകളിൽ നിന്നുകൊണ്ട് ഈ ശബ്ദം അനേകർ ശ്രവിക്കുന്നു. The same Jesus Christ who saved me, my father, my family is ready to save your family also today. ഈ ദൈവദാസനെ ഞങ്ങളെ രക്ഷിച്ച അതേ യേശുവിന് നിങ്ങളെയും രക്ഷിക്കുവാനായിട്ട് ഈ രാത്രി കഴിയും. He is the way, the truth and the life. അവിടുന്നാണ് വഴി, അവിടുന്നാണ് സത്യം, അവിടുന്നാണ് ജീവൻ. To go to Thiruvananthapuram, there are many ways to go to Thiruvananthapuram city. തിരുവനന്തപുരത്ത് പോകുവാൻ ഒരുപക്ഷെ പല വഴികൾ ഉണ്ടായിരിക്കാം. You can go by walk to Thiruvananthapuram. നടന്നു പോകാം. You can go by bus to Thiruvananthapuram. ബസ്സിൽ പോകാം. You can by flight to Thiruvananthapuram. ഫ്ലൈറ്റിൽ പോകാം. Even you can go by your own car. സ്വന്തം കാറിൽ യാത്ര ചെയ്യാം. Even there are different routes to Thiruvananthapuram. തിരുവനന്തപുരത്ത് പോകുവാൻ പല വഴികളുണ്ട്. But to go to heaven there is only one way. എന്നാൽ സ്വർഗ്ഗത്തിലേക്ക് പോകുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. My Jesus is that way. യേശുവാണ് ആ വഴി. No one can come to heaven without our Lord Jesus. യേശുവിനെ കൂടാതെ ഒരു വ്യക്തിക്ക് പോലും സ്വർഗ്ഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. This is the good news for everyone. ഇത് എല്ലാവർക്കുമുള്ള സന്തോഷത്തിന്റെ ഗുഡ് ന്യൂസ്, സുവർത്തമാനമാണ്. In order to tell this good news only, I left my Tamil Nadu state and went to Andhra Pradesh and Telangana as a missionary. ഈ സുവിശേഷം അറിയിക്കുവാൻ, ഈ സുവർത്തമാന ദൂതുമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദൈവദാസൻ കടന്നു വന്നിരിക്കുക. അദ്ദേഹം ആന്ധ്രയിലും തെലങ്കാനയിലും കടന്നു പോകാനായിട്ട് ഇടയായി. I left my people, I left my language, I left my culture, and we as a family went to Andhra Pradesh to share this good news to everyone. സ്വന്തം കുടുംബത്തെ, ഭാഷയെ, പ്രിയപ്പെട്ടവരെ എല്ലാം വിട്ടുകൊണ്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് കടന്നുപോയി. Today Jesus loves this Chalakudi town. ഇന്ന് ഈ പട്ടണത്തെ യേശു സ്നേഹിക്കുന്നു. Even for Chalakudi town, Jesus died on the cross one day. യേശു മരിച്ചത് ഈ ചാലക്കുടി പട്ടണ നിവാസികൾക്ക് വേണ്ടി കൂടിയാണ്. Even today salvation is waiting for you. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. Wherever you are, if you say Jesus come into my heart, that is fine to for you to receive the salvation. ആരാണെങ്കിലും ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവേ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, നിശബ്ദമായി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. Today there are many people who don't have the confidence of where they are going after their death.
ഈ ലോകത്തെ പല വ്യക്തികൾക്കും, കൂടുതൽ ഭൂരിപക്ഷം വരുന്ന വ്യക്തികൾക്കും മരണശേഷം എവിടെ പോകുന്നു എന്ന് അറിയില്ല. They don't have the confidence. അവർക്ക് വലിയ ഉറപ്പില്ല. But today we even I am having that confidence. Even if I die on this stage, the moment I die, I will open my eyes in front of my Lord Jesus ഇവിടെ Christ. ഈ സുവിശേഷം വിളിച്ചു പറയുന്ന ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ഉറപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ മരിച്ചു വീണാലും കർത്താവിനോട് കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. Because Jesus has given that salvation to each and every one of us. ആ രക്ഷ ദൈവം എല്ലാവർക്കുമായി നൽകിയിരിക്കുക. That salvation is free for everyone. ഈ രക്ഷ അത് സൗജന്യമാണ്. Because he already paid all the cost on the cross. യേശു ഈ രക്ഷയുടെ വില കുരിശിൽ, ക്രൂശിൽ തന്റെ ജീവൻ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. My dear brothers and sisters in Chalakudi town, ചാലക്കുടി പട്ടണത്തിൽ ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, today good news has come to you from Andhra Pradesh, from Vijayawada. ഇന്ന് വിജയവാഡയിൽ നിന്ന് ഒരു സുവിശേഷ സന്ദേശവുമായി ഒരു ദൈവദാസനെ നിങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുക. Today is the day of salvation. ഇന്നാണ് രക്ഷാ ദിവസം. Today is your day. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. If you miss today, you cannot get it again. ഇന്നത്തെ ദിവസം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അത് പിന്നെ തിരികെ കിട്ടണമെന്നില്ല. The blood of Jesus Christ is available to cleanse you from all your sins today. ലോകത്തിന്റെ മുഴുവൻ ചുവന്ന യേശുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ലഭ്യമാണ്. In order to save you and me, only Jesus came to this world 2010 years ago. 2010 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. He started his ministry when he was 30 years old. 30 വയസ്സുള്ളപ്പോൾ യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. 3.5 years Jesus did his ministry. 3.5 വർഷക്കാലം യേശു പരസ്യമായി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തു. During the time of Jesus, there was no proper transportation. Jesus walked and shared the gospel. 2000 വർഷമുള്ള ആ ഗതാഗത സൗകര്യങ്ങളൊക്കെ നമുക്കറിയാം. യേശു അന്ന് ഗതാഗത സൗകര്യങ്ങളില്ലെങ്കിലും നടന്ന് ശുശ്രൂഷിച്ചു. The first preaching of Jesus Christ is repent, the kingdom of God is very near. യേശു ആദ്യം ഇങ്ങനെ പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. Repent, the kingdom of God is very near. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. Today is the day of repentance. ഇന്ന് മാനസാന്തരത്തിന്റെ ദിനമാണ്. If you repent, the kingdom of God is very near to you. നിങ്ങൾ ഇന്ന് മാനസാന്തരപ്പെട്ടാൽ ആ ദൈവരാജ്യം നിങ്ങളുടെ സമീപത്തായിരിക്കുന്നു. Jesus preached the same message 3.5 years to different people. 3.5 വർഷക്കാലം ഇതേ സന്ദേശം വ്യത്യസ്തരായ ആളുകളോട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പ്രസംഗിച്ചു. Jesus went door to door and preached the same message. ഓരോ വാതിലിന്റെ മുമ്പിൽ പോയി യേശു പ്രസംഗിച്ചു. Jesus preached village and village, same message. ഗ്രാമങ്ങൾ സഞ്ചരിച്ച് യേശു പ്രസംഗിച്ചു. Jesus almost 3.5 years he walked only distance of 100 miles. 3.5 വർഷം കൊണ്ട് 100 കണക്കിന് മൈലുകൾ യേശു He സഞ്ചരിച്ചു. walked everywhere and shared same gospel. പോയ സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം, സദ്വർത്തമാനം അറിയിച്ചു. Even today Jesus has come to our Chalakudi town. ഇന്ന് അതേ യേശു ഈ ചാലക്കുടിയിലേക്ക് വന്നിരിക്കുക. Jesus is preaching the same gospel through the servant of God. അതേ സുവിശേഷം ദൈവദാസനിലൂടെ ദൈവം നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. Repent, the kingdom of God is very near. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. This is the good news. ഇത് ഗുഡ് ന്യൂസ് ആണ്. ഇത് സുവർത്തമാനം, സുവിശേഷം. That is why we are sharing to everyone. അതുകൊണ്ടാണ് എല്ലാവരോടും ഞങ്ങൾ ഇത് അറിയിക്കുന്നത്. So today is your day. ഇന്ന് നിങ്ങളുടെ ദിനമാണ്. What happened to the life of Jesus Christ? യേശുവിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? Even after 3.5 years, Jesus was persecuted. Jesus, was beaten up very badly by the people. 3.5 വർഷത്തിന് ശേഷം യേശു അനുഭവിച്ച കഷ്ടതകൾ, പങ്കപ്പാടുകൾ, പീഡനം. Jesus didn't do any sin. യേശു പാപം ചെയ്തിട്ടില്ല. But Jesus died. Jesus was beaten up for the sinners. യേശു പാപം ചെയ്തിട്ടില്ല, എന്നാൽ പാപികൾക്കായി യേശു അടികൊണ്ടു. Jesus was nailed on the cross for you and me. യേശു ക്രൂശിക്കപ്പെട്ടു നമുക്ക് വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി. Jesus shed all his blood for you and me on the cross. യേശു തന്റെ രക്തം ക്രൂശിൽ മുഴുവനായും ഒഴുക്കി നമുക്ക് വേണ്ടി.
Jesus died and was buried for 3 days. യേശു മരിച്ചു. മരിച്ച യേശുവിനെ കല്ലറയിൽ അടക്കി. Third day he rose again. എന്നാൽ മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. Say hallelujah. Hallelujah. Whoever is believing Jesus Christ, even you and I will be resurrected on one day. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും മരിച്ചാലും ജീവിക്കുന്ന ഒരു ദിവസമുണ്ട്. Even death cannot keep you and me under the sand. One day we will be resurrected. മരണത്തിന് നമ്മെ മണ്ണിൽ ഒളിപ്പിക്കുവാൻ കഴിയുകയില്ല. മരണത്തെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് ഉയർപ്പിക്കുന്ന ദിവസമുണ്ട്. That is the confidence we have in Christ. അതാണ് യേശുവിലുള്ള നമുക്കുള്ള ആ ഉറപ്പ്. Third day he rose again and nearly 40 days he was appearing in front of his disciples. മൂന്നാം ദിവസം യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി. Nearly Jesus appeared in front of 500 disciples. 500ഓളം ശിഷ്യന്മാരുടെ മുമ്പാകെ തന്നെ യേശു വെളിപ്പെടുത്തി താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിച്ചു. On the 40th day after his resurrection, Jesus was taken away to heaven. ഉയർത്തെഴുന്നേറ്റ യേശു 40 നാൾ കഴിഞ്ഞപ്പോൾ പിതാവിനോട് ചേരുവാൻ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ. Listen to me very very carefully. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. Before he was taken up to heaven, യേശു സ്വർഗ്ഗത്തിലേക്ക് കരയേറുന്നതിന് മുമ്പ് there were nearly 120 people were in front of Jesus Christ. യേശുവിനോട് കൂടെ 120 ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. Even there were 2 angels. 2 മാലാഖമാർ ഉണ്ടായിരുന്നു. After Jesus was taken up to heaven, യേശു സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടും എന്നതിന് ശേഷം those 2 angels told, "Hey Galileans, you are looking, toward Jesus Christ. The way he goes up, again he is going to come back." ആ യേശു പോകുന്നതായിട്ട് ആ ദൂതവൃന്ദങ്ങൾ ആ കാത്തു നിൽക്കുന്ന ശിഷ്യന്മാരെ, യേശു മുകളിലേക്ക് കരേറി പോകുന്നത് കണ്ടു നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഈ യേശു പോകുന്നത് കാണുന്ന പോലെ പോയതുപോലെ തന്നെ അവിടുന്ന് മടങ്ങി വരുന്ന ദൈവമാണ്. Hallelujah. Hallelujah. Our Jesus is going to come back very soon again. യേശു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരും, വീണ്ടും മടങ്ങി വരും. First Jesus came as a savior to this world. യേശു ഈ ഭൂമിയിലേക്ക് ആദ്യം കടന്നു വന്നത് പാപികളായ നമ്മെ രക്ഷിക്കുവാൻ. Again Jesus is going to come as a judge to judge the world. എന്നാൽ യേശു വീണ്ടും വരും എഴുന്നേറ്റപ്പെട്ടവനായി. സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിപ്പോയ യേശു സ്വർഗ്ഗത്തെ വിട്ട് ആകാശമേഘങ്ങളെ വാഹനമാക്കി വീണ്ടും വരും ലോകത്തെ വിധിക്കുവാനായിട്ട്. When Jesus comes back again as a judge, there is no salvation. യേശു ഇനിയും കടന്നു വരുമ്പോൾ രക്ഷിക്കപ്പെടുവാൻ അവസരമില്ല. But now there is a time for salvation. എന്നാൽ ഇന്നാണ് രക്ഷാ ദിവസം. We are living between the first coming and second coming of Jesus Christ. നാം ഇന്ന് ആയിരിക്കുന്നത് യേശുവിന്റെ ഒന്നാം വരവിനും രണ്ടാം വരവിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. We are waiting for the second coming of Jesus Christ. യേശുവിന്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. Very soon he is going to come back. യേശു വരാൻ പോകുന്നു. Are you ready to meet our Lord Jesus? യേശുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? On that judgment day, everyone in this world should be standing in front of our Lord Jesus Christ. ന്യായവിധി ദിവസത്തിൽ ഓരോ ദേഹിയും യേശുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. No one can escape from that day. ഒരു വ്യക്തിക്ക് പോലും അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല. Say hallelujah. Hallelujah. Everyone should be giving accounts to our Lord Jesus Christ. നമ്മുടെ കണക്ക് പുസ്തകം നിവർത്തി ദൈവം മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസം വരുന്നു. If you are saved, you will be sent into heaven. രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തോടുകൂടെ സ്വർഗ്ഗോന്നതങ്ങളിലായിരിക്കും. Unsaved people will be thrown into hell. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ അവസരം കിട്ടിയിട്ടും തിരസ്കരിക്കുന്നവന്റെ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും. After the death only 2 lives. It is in hell or in heaven. മരണത്തിന് ശേഷം 2 വഴികളേ ഉള്ളൂ. ഒന്ന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി, മറ്റൊന്ന് നരകത്തിലേക്കുള്ള നാശത്തിലേക്കുള്ള But വഴി. Jesus wants to take each and every one of you to heaven. പക്ഷെ ദൈവം ആരെയും ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യേശു ആഗ്രഹിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയും
നാം എല്ലാം സ്വർഗീയരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. That is why these 4 days meetings for you. അതുകൊണ്ടാണ് ജോൺസൺ പാസ്റ്റർ ഈ 4 ദിവസത്തെ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചത്. These 4 days meetings are the blessing meetings for our Chalakudi ഈ town. ചാലക്കുടി പട്ടണത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള 4 ദിവസത്തെ മീറ്റിംഗ്. Whoever is present today, tomorrow you bring one more person, bring more people to this meeting. ഈ മീറ്റിംഗിൽ ഇപ്പോൾ പങ്കെടുക്കുന്നവർ നാളെ ഓരോ വ്യക്തികളെ കൂടുതലായി പങ്കെടുപ്പിക്കണം. You bring neighboring families to this meeting. അയൽപക്കങ്ങളിലുള്ള കുടുംബങ്ങളെ കൊണ്ടുവരണം. Let this ground be filled with the people in the name of ഈ ഗ്രൗണ്ട് Jesus. മൊത്തം യേശുവിന്റെ നാമത്തിൽ ആളുകളെ കൊണ്ട് നിറയണം. Because everybody should hear this good news. കാരണം ഓരോ വ്യക്തിയും, ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും ഈ സുവിശേഷം ശ്രദ്ധിക്കേണ്ടതാണ്. Our Jesus is going to come back. കാരണം യേശു വീണ്ടും വരുന്നു. When he comes back, are you ready to meet him with holiness? അവിടുന്ന് വീണ്ടും മടങ്ങി വരുമ്പോൾ യേശുവിനെ എതിരേൽപ്പാൻ, വിശുദ്ധിയോടെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? Salvation is only possible through our Lord Jesus Christ. യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. Because he alone shed his own blood for you and me. യേശു മാത്രമേ മനുഷ്യന് വേണ്ടി, നമുക്ക് വേണ്ടി, പാപിക്ക് വേണ്ടി മരിച്ച് രക്തമൊഴുക്കിയിട്ടുള്ളൂ. Only the blood of Jesus Christ will purify all from all your sins. പാപത്തെ ശുദ്ധീകരിക്കുവാൻ ലോകത്ത് യേശുവിന്റെ രക്തത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല. Today Jesus has come over here. യേശു ഇന്ന് ഈ ഗ്രൗണ്ടിൽ, ഇവിടെ ഈ പട്ടണത്തിൽ വന്നിട്ടുണ്ട്. Are you ready to receive him? യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാണോ? Let me tell you something more from the word of God. ദൈവവചനത്തിൽ നിന്ന് അല്പം കൂടി സംസാരിക്കാൻ If ആഗ്രഹിക്കുന്നു. you see Revelation chapter 4 verse 11. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ, കർത്താവേ, നീ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. Amen. Bible clearly says God alone is worthy to receive glory and honor and power. ദൈവവചനം പറയുക, ദൈവം മാത്രമേ യോഗ്യനായിട്ടുള്ളൂ മഹത്വവും പുകഴ്ചയും ആരാധനയും സ്വീകരിക്കുവാൻ. Because he created everything and he created everything according to his will. കാരണം ഈ ദൈവം ആണ് ഈ ഭൂമിയെ, സർവ്വ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചത് ഈ ദൈവമാണ്. Even everyone who is living in this world now are created by the great will of our heavenly Father. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരെയും, ഓരോ ജീവികളെയും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം സൃഷ്ടിച്ചു. Say hallelujah. ഹല്ലേലൂയ. He created us with a purpose. ദൈവം സൃഷ്ടിച്ചത് ഒരു ഉദ്ദേശത്തോടു കൂടെയാ. But the man, because of his sin, he forgot or he disobeyed to the word of God, disobeyed to the will of God. ദൈവം മനുഷ്യനെ ഉദ്ദേശത്തോടു കൂടെ സൃഷ്ടിച്ചെങ്കിലും മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ച് അനുസരിക്കാതെ സ്വന്തം വഴികളിലൂടെ നടക്കുന്നു. We can see this Romans chapter 3 verse 10. റോമാലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലുമില്ല. Bible clearly says everyone became a sinner. ദൈവവചനം ആകുന്ന ഈ ബൈബിൾ പറയുന്നു എല്ലാവരും പാപം ചെയ്തു. Then what is the remedy for sinners? എന്നാൽ ഈ പാപത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? In the world everyone is a sinner. ലോകത്തിൽ എല്ലാവരും പാപം ചെയ്തു. Then nobody can die for other sins, other person's sins. എല്ലാവരും പാപം ചെയ്തതിനാൽ മറ്റൊരാളുടെ പാപത്തിനു വേണ്ടി ഒരു വ്യക്തിക്ക് യാഗമാകുവാൻ കഴിയുകയില്ല. That is the reason our God Jesus Christ came as a man to this world. അതുകൊണ്ടാണ് ദൈവമായവൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക്, യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. Because he is the holy one. എന്തുകൊണ്ടെന്നാൽ അവിടുന്നാണ് പരിശുദ്ധൻ. He is the God. He is the one who created you and me. അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു. Our created God came as a man in order to save human being from the sinful life. സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പാപികളായ നമ്മെ രക്ഷിക്കുവാൻ. There is only one life.
ഒരൊറ്റ ജീവിതം. After this life there is a judgment. ഈ ജീവിതം കഴിഞ്ഞാൽ ഒരു ന്യായവിധിയുണ്ട്. I already told you no one can escape from that judgment. ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരൊറ്റ വ്യക്തിക്ക് പോലും കഴിയുകയില്ല. Can you read that verse from Hebrews chapter 9 verse 27? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തു അങ്ങനെ തന്നെ എന്നകളുടെ പാപങ്ങൾ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്ക് കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. Yes, there is only one life after that judgment. There is only one life next ഒരിക്കൽ judgment. മരിക്കുകയും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കുമായി So നിയമിച്ചിരിക്കുന്നു. before that judgment day, ആ ന്യായവിധിക്ക് മുമ്പായി if everyone understand the love of Jesus Christ in your life, യേശുവിന്റെ സ്നേഹം നാം എല്ലാവരും അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. really your life will be blessed on this earth. ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ Even ദൈവം you will ആഗ്രഹിക്കുന്നു. inherit the kingdom of God when after your death. നിങ്ങൾ മരിച്ചതിന് ശേഷം സ്വർഗ്ഗത്തിൽ ദൈവത്തോട് കൂടെ സ്വർഗീയ ഭവനത്തിന് അവകാശികളായി തീരും. Say hallelujah. ഹല്ലേലൂയ. In this world we will be living 70 to 80 years, that's ഈ all. ഭൂമിയിൽ ഒരുപക്ഷേ 70-80 വർഷം നാം ജീവിച്ചിരിക്കാം. But with Jesus Christ we are going to live eternally if you receive the salvation. എന്നാൽ യേശുവിനോട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ യേശുവിനോട് കൂടെ നിത്യതയിൽ വാഴുവാനായിട്ട് പോകുക. That is the reason Jesus came to this world in order to save sinners. അതിനായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. Can you read 1 Timothy chapter 1 verse 15? 1 തിമോത്തിയോസ് 1:15 15. വാക്യം. 1 Timothy ക്രിസ്തു chapter 1 യേശു verse പാപികളെ 15. രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. Christ Jesus came into the world to save sinners. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. That same Jesus Christ has come to our Chalakudi town to save sinners today. 2000 വർഷം മുമ്പ് പാപികളെ രക്ഷിപ്പാൻ സ്വർഗ്ഗോന്നതി വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിന്റെ സാന്നിധ്യം ഈ പട്ടണത്തിൽ ഇന്ന് അനുഭവിക്കുവാനായിട്ട് കഴിയും. In the name of Jesus it is going to happen today. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുകയാണ് ഇന്ന്. If you say one word, Jesus, I am a sinner, please save me, immediately salvation is possible for you. ഇന്ന് ഈ പട്ടണത്തിന്റെ തെരുവിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ യേശുവേ ഞാനൊരു പാപിയാണ് എന്നോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. Let me tell you about one young man from the Bible. ദൈവവചനത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തട്ടെ. His name was Zacchaeus. അദ്ദേഹത്തിന്റെ പേര് സക്കായി എന്നാണ്. He was a chief income tax officer and he was a wealthy man. ആ കാലഘട്ടത്തിലെ ഒരു മുഖ്യ ടാക്സ് കളക്ടർ ആയിരുന്നു ഈ വ്യക്തി. ചുങ്കക്കാരൻ, ചുങ്കം പിരിക്കുന്നവൻ. He was a wealthy man also. അദ്ദേഹം സമ്പന്നനായിരുന്നു. Listen to me very carefully. ശ്രദ്ധിക്കണമേ. If you look at any man or woman in this world, if you ask what is your ambition, they will say I want to get big position or I want to become a rich man. ഈ ലോകത്തെ ഏത് മനുഷ്യനോടും ചോദിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ മനുഷ്യൻ പറയും എനിക്ക് വലിയൊരു സമ്പന്നനാകണം എന്ന്. But second, they want to become a wealthy people. സമ്പന്നരാകുവാൻ ലോകത്തെ മനുഷ്യർ He ആഗ്രഹിക്കുന്നു. was having high position and wealth also. സമ്പന്നതയും വലിയ ഉന്നത സ്ഥാനവും മനുഷ്യൻ ആഗ്രഹിക്കുന്നു. But still there was an emptiness in his heart. എത്ര സമ്പന്നതയും എത്ര ഉന്നത സ്ഥാനങ്ങളും ഉണ്ടെങ്കിലും എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട്. There was an emptiness in the heart of Zacchaeus. സക്കായിയുടെ ഹൃദയത്തിലും ഒരു ശൂന്യതയുണ്ടായിരുന്നു. One day on his working day he took leave. He wanted to meet Jesus Christ who was coming to his city Jericho. അതൊരു ഔദ്യോഗിക ജോലിയുള്ള ദിവസമായിരുന്നു. എന്നാൽ ലീവ് എടുത്ത് അദ്ദേഹം യേശു ആ പട്ടണത്തിലൂടെ ആ ഗ്രാമത്തിലൂടെ പോകുന്നു എന്ന് കേട്ടപ്പോൾ യേശുവിനെ കാണാൻ അദ്ദേഹം ശ്രമിച്ചു. In order to meet Jesus Christ he took leave and went to Jesus Christ. അവധിയെടുത്ത് ജോലിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യേശുവിനെ കാണുവാൻ അദ്ദേഹം ശ്രമിച്ചു. Because he was a short man, he ran ahead of Jesus Christ. യേശുവിനെ കാണുവാൻ ആ കുള്ളനായ പൊക്കം നിറഞ്ഞ സക്കായി ഓടിച്ചെന്നു. He went and climbed on a sycamore fig tree. അദ്ദേഹം ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി.
when Jesus was coming to that particular place, യേശു ആ സ്ഥലത്തുകൂടെ സഞ്ചരിക്കുകയായിരുന്നു. Jesus looked up and called, Zacchaeus, please come down. Today I want to stay in your house. കാട്ടത്തിയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കായിയെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, സക്കായിയെ ഇറങ്ങി വരിക. Listen to me very carefully. ശ്രദ്ധിക്കണമേ, Zacchaeus was a sinner. സക്കായി ഒരു പാപിയായിരുന്നു. Even everyone in the community, society, they called him sinner, sinner, sinner. ആ സമൂഹത്തിലെ പലരും അദ്ദേഹത്തെ നോക്കി ഒരു പാപി 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 എന്ന് വിളിക്കുമായിരുന്നു. Nobody wanted to go to his house. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുവാൻ ആരും ആഗ്രഹിച്ചില്ല. But Jesus told Zacchaeus, come down. I want to come to your house today. എന്നാൽ യേശു സക്കായിയോട് പറഞ്ഞു, നീ ആ കാട്ടത്തിയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്നോടുകൂടെ നിന്റെ ഭവനത്തിലേക്ക് വരികയാ. So Zacchaeus became very happy. സക്കായി ഒത്തിരി സന്തോഷിച്ചു. He took Jesus to his house. സക്കായി യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. On the way, people started muttering. The people started murmuring, why Jesus is going to the sinner's house? സക്കായിയുമായി യേശു കടന്നു പോകുമ്പോൾ ജനം പിറുപിറുക്കുവാനിടയായി, പരസ്പരം പറയുവാനിടയായി, ഈ സക്കായി എന്ന പാപിയുടെ കൂടെയാണോ ഈ യേശു പോകുന്നത്? But Zacchaeus started confessing his sinful life. എന്നാൽ സക്കായി യേശുവിനെ സ്വീകരിച്ച് തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞു. Zacchaeus told Jesus, if I have cheated anyone 100 rupees, I will give back 400 rupees. സക്കായിക്ക് ഒരു കാര്യം ബോധ്യമായി, താൻ ഒരു പാപിയാണ്. ഇത്രയും നാളും താൻ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് ഇരട്ടിയായി മടക്കി കൊടുക്കാമെന്ന് അവൻ യേശുവിനോട് പറഞ്ഞു. So you just imagine, he earned some, but even he was willing to sell his own property and pay back to the people whom he cheated. അദ്ദേഹം കളിപ്പിച്ച, പറ്റിച്ച, കബളിപ്പിച്ച വ്യക്തികൾക്ക് തന്റെ സമ്പത്ത് വിറ്റ് മടക്കി കൊടുക്കുവാൻ സക്കായി അവിടെ തയ്യാറാകുന്നത് വിശുദ്ധ വചനത്തിൽ ബൈബിളിൽ നമ്മൾ കാണുന്നു. By standing near to holy Jesus Christ, he couldn't control his sin. He couldn't keep his sin inside of his heart. യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഹൃദയത്തിലെ വേദന, ഹൃദയത്തിലെ പാപത്തിന്റെ കണ്ണുനീർ അദ്ദേഹത്തിൽ നിന്ന് ഒഴുകുവാനിടയായി തീർന്നു. He started confessing his sins. അദ്ദേഹം പാപത്തെ ഏറ്റുപറഞ്ഞു. I imagine he might have cried and confessed his sins. ആ ദേവദാസൻ സങ്കല്പിച്ചുകൊണ്ട് പറയുക, ഒരുപക്ഷെ കരഞ്ഞുകൊണ്ടായിരിക്കാം സക്കായി തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞത്. Immediately Jesus told, Luke chapter 19 verse 9. ലൂക്കോസിന്റെ സുവിശേഷം 19 യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന്റെ രക്ഷ വന്നു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. Verse 9 also. 9 I already read. യേശു അവനോട്, today salvation has come to this house because this man too is a son of Abraham. യേശു പറഞ്ഞു, ഇന്ന് ഈ മനുഷ്യനിൽ രക്ഷ പ്രാപിച്ചിരിക്കുന്നു, കാരണം അവനും ഇസ്രായേൽ അബ്രഹാമിന്റെ മകനല്ലയോ. Listen to me very very carefully. വളരെ ശ്രദ്ധിക്കണമേ. How did he receive salvation? എങ്ങനെയാണ് അദ്ദേഹം ആ രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? First he understood, he admitted that he is a sinner. ആദ്യം അദ്ദേഹം തന്റെ താൻ പാപിയാണെന്നും പാപത്തെ ഏറ്റുപറയുവാനായിട്ട് ഇടയായി തീർന്നു. That is the first step for salvation. അതാണ് രക്ഷയുടെ ആദ്യത്തെ പടി. Secondly, he believed my Jesus can give me salvation. രണ്ടാമത് യേശുവിന് പാപത്തെ ക്ഷമിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. Thirdly, he confessed all his sins to Jesus Christ. മൂന്ന്, അദ്ദേഹം തന്റെ പാപങ്ങളെല്ലാം യേശുവിനോട് തുറന്ന് സമ്മതിച്ചു. Fourthly, he delivered from all his sins. ആ തുറന്നു പറഞ്ഞ വ്യക്തിയെ ദൈവം പൂർണ്ണമായും രക്ഷിച്ചു, വിടുവിച്ചു. Say hallelujah. ഹല്ലേലൂയ. Whoever is hearing this voice over microphone today, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, if you admit that you are a sinner, ഒരു പാപിയാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ salvation is possible for you. നിങ്ങൾക്ക് രക്ഷ അകലെയല്ല, നിങ്ങൾക്ക് രക്ഷ സാധ്യമാണ്. If one patient is not accepting that he is a patient, doctor cannot give him medicine. ഒരു രോഗി തന്റെ രോഗം സമ്മതിച്ചില്ലെങ്കിൽ ഡോക്ടർക്ക് ചികിത്സിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. If a patient says I am healthy man, then doctor cannot do over there. ഒരു രോഗി പറയാണ് എനിക്ക് ഡോക്ടർ ആവശ്യമില്ല, എനിക്ക് ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാൽ
ഡോക്ടറുടെ സഹായത്തിന് അദ്ദേഹം മുതിരുന്നില്ലെങ്കിൽ ഡോക്ടർക്ക് സഹായിക്കാൻ കഴിയില്ല. Similarly, if you understand that you are a sinner, salvation is possible for you today. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ പാപിയാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ യേശുവിനെ നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയും. Can you please read Matthew chapter 11 verses 28 to 30? മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. Here Jesus is giving an open invitation for everyone. ഇവിടെ യേശു സകലർക്കുമായി ഒരു ക്ഷണം താൻ എല്ലാവരെയും ക്ഷണിക്കുക. Come to me, all you who are weary and burdened, and I will give you rest. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. Listen to me very, very carefully. ശ്രദ്ധിക്കണമേ. Holy Spirit told me, here are some people you are thinking to divorce. Thinking to divorce your spouse in your family. കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകിയിരിക്കുക. ചില വ്യക്തികൾ കുടുംബബന്ധം തകരുവാൻ, ഡിവോഴ്സ് ചെയ്യുവാൻ, വിവാഹമോചനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ചിലർ ഇവിടെ ഉണ്ടെന്ന് ദൈവദാസനെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. You are thinking that this kind of divorce is right only. No, but today Holy Spirit is telling that is a wrong step. Stop it so that I will bless your ഒരുപക്ഷെ family. നിങ്ങൾ ചിന്തിക്കുന്നു, ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ അടർന്നു മാറിയാൽ അത് എൻ്റെ ജീവിതം ശരിയാകുമെന്ന്. എന്നാൽ അത് തെറ്റായ ഒരു ചിന്തയാണ്. ദൈവം നിങ്ങളെ വേർപെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഒരുമിച്ച് ചേർക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. I rebuke the thought of divorce in the name of Jesus right now. യേശുവിന്റെ നാമത്തിൽ അത്തരത്തിലുള്ള ചിന്തകളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് അകറ്റുന്നു. Today Jesus is giving you an open invitation. യേശു നിങ്ങളെ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. Come to me, യേശുവിലേക്ക് കടന്നു വരുവിൻ, you who are weary and burdened. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഏവരുമായുള്ളവരെ I will give you rest. നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും. This rest is not ordinary rest. ഈ വിശ്രമം, ഈ ആശ്വാസം ഒരു സാധാരണ ആശ്വാസമല്ല. This rest is eternal rest. ഇത് നിത്യമായ ആശ്വാസമാണ്. This rest is very free for you. ഇത് സൗജന്യമായ ആശ്വാസമാണ്. Anywhere you cannot get this rest. ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കില്ല. Rest is available with our Lord Jesus Christ. യേശുവിനാൽ മാത്രമേ സൗജന്യമായി ഈ അനന്തമായ ഈ വിശ്രമം, ഈ ആശ്വാസം ലഭിക്കുകയുള്ളൂ. Please come to Jesus today. യേശുവിലേക്ക് കടന്നു വരിക. You come to Jesus യേശുവിൽ കടന്നു വരുമ്പോൾ and learn from Jesus. യേശുവിൽ നിന്ന് കേൾക്കുമ്പോൾ and receive from Jesus. യേശുവിനെ സ്വീകരിക്കുമ്പോൾ and be blessed today. യേശു നമ്മെ അനുഗ്രഹിക്കുന്നു. That Matthew chapter 11 28 to 30 there are 4 things. മത്തായി 28:11 4 കാര്യങ്ങളുണ്ട്. First come to Jesus, യേശുവിലേക്ക് വരിക. then learn from Jesus, യേശുവിൽ നിന്ന് കേൾക്കുക, receive from Jesus, യേശുവിൽ നിന്ന് സ്വീകരിക്കുക, and be blessed. അനുഗ്രഹിക്കപ്പെടുക. All these 4 blessings will come upon you today in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഈ 4 അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലിലേക്ക് ദൈവം വർഷിക്കാനായിട്ട് Say പോകുകയാണ്. hallelujah. ദൈവത്തിന് നന്ദി പറയാം. Say hallelujah. ഹല്ലേലൂയ പറയാം. How can we be saved? എങ്ങനെ രക്ഷിക്കപ്പെടാം? If you see Acts chapter 16 verse 31. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം 31 വാക്യം. യേശുവിൽ വിശ്വസിക്കുക, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Amen. Here Bible says you believe in Jesus Christ and you and your household will be saved. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Let us see very shortly. Here is a man. What was his response? ഇവിടെ നമുക്കൊരു വ്യക്തിയെ കാണാനായിട്ട് കഴിയും. If you see Acts chapter 16 verses 25 to 33, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16 അധ്യായത്തിൽ there is a jailer. അവിടെ നമുക്കൊരു ജയിലറെ കാണാനായിട്ട് കഴിയും, ഒരു കാരാഗൃഹ പ്രമാണിയെ. He was a Roman jailer. He never heard about Jesus Christ before. ഒരു അന്ന് കാലത്തെ റോമ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ജയിലർ. But one particular night, Paul and Silas were put into jail. ഒരു പ്രത്യേക രാത്രിയിൽ ദൈവദാസന്മാരായ പൗലോസിനെയും ശീലാസിനെയും
ആ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. So this jailer was the in charge to take care of this Paul and Silas in the jail. ഈ ജയിലറാണ് ഈ ദൈവദാസന്മാരായ പൗലോസിനെയും ശീലാസിനെയും സൂക്ഷിക്കുവാൻ ആ നേതൃത്വം നൽകിയിരുന്നത്. Listen to me very very carefully. ശ്രദ്ധിക്കണമേ. I am going to finish my message very shortly and I am going to pray for all of ഈ you. സന്ദേശം അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. See that night, midnight, Paul and Silas, they started praying and praising the Lord. ആ ജയിലിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ദൈവദാസന്മാരായ പൗലോസും പോളും ശീലാസും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനായിട്ട് തുടങ്ങി. When Paul and Silas prayed and praised in jail, all the prisoners were listening very quietly because their sound was very beautiful sound. ജയിലിന്റെ ഉള്ളിൽ പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ആ ദൈവദാസന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് മറ്റ് ജയിൽ പുള്ളികൾ ശ്രദ്ധയോടെ വീക്ഷിക്കുവാനായിട്ട് തുടങ്ങി. You just imagine who might be inside the prisons. നമ്മളൊന്ന് സങ്കല്പിക്കുക, ജയിലിൽ സാധാരണ ആരാ കിടക്കുക? Murderers, കൊലപാതകികൾ, thieves, കള്ളന്മാർ, even the people who did some wrong illegal things. തെറ്റ് ചെയ്തവർ, ക്രിമിനൽസ് ആണ് ജയിലിൽ കിടക്കുന്നത്. They used to have lot of angry against others. ഒരു പക്ഷെ അവർക്ക് ഈ ജയിലിൽ കിടക്കുന്ന ഈ തടവുള്ളികൾക്ക് മറ്റുള്ളവരോട് ഭയങ്കര ദേഷ്യമാണ്. But now Paul and Silas were praying and praising the Lord at the midnight. അർദ്ധരാത്രിയിൽ ഈ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പൗലോസും ശീലാസും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. All the other prisoners, they didn't shout, "Hey, Paul and Silas, keep quiet. Why are you disturbing our sleep?" ആ അർദ്ധരാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റ് ജയിൽ പുള്ളികൾ ഒരുപക്ഷെ പറയേണ്ടതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ ശല്യപ്പെടുത്തി, രാത്രി ഒച്ചയുണ്ടാക്കി ശല്യപ്പെടുത്തുകയാണോ? But they were very quiet. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. അവർ ശാന്തരായി ഇത് ശ്രദ്ധിച്ചു. Because they never had this kind of experience in prison before. ഈ ജയിലിൽ അവർ ഒത്തിരി നാളായി കിടക്കുന്ന, എന്നാൽ ഇതുവരെ ഇതുപോലൊരു അനുഭവം അവർക്ക് ഈ ജയിലിൽ ഇതുവരെ നേരിട്ടിട്ടില്ല. Hallelujah! Hallelujah! That is why they lost one day. They sacrificed one sleep, one day sleep, one night sleep. അവരതുകൊണ്ട് ഒരു രാത്രിയിലെ ഉറക്കം കളയാൻ തന്നെ അവർ തീരുമാനിച്ചു. I believe in this way they also might have clapped their hands and sung along with Paul and Silas. ദേവദാസൻ വിശ്വസിക്കുകയാണ്, ഒരുപക്ഷെ ആ തടവുള്ളികളും ഈ പൗലോസിനോടും ശീലാസിനോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ആരംഭിച്ചിരിക്കാം. Hallelujah! Hallelujah! Because of Paul's and Silas' prayer, there was a supernatural miracle. പൗലോസിന്റെയും ശീലാസിന്റെയും പ്രാർത്ഥനയിൽ അത്ഭുതം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. All the jail doors were open. ജയിലിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. All the chains of the prisoners were broken. ജയിൽ പുള്ളികളെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അഴിക്കപ്പെട്ടു. Now everybody was free to run away. എല്ലാവരും സ്വതന്ത്രരായി അവർക്ക് വേണമെങ്കിൽ ഓടിപ്പോകാം. Listen to me very carefully. ശ്രദ്ധിക്കണമേ. But nobody ran away on that day. ജയിൽ പുള്ളികൾ ബന്ധനത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ടെങ്കിലും ഒരാൾ പോലും ഓടിപ്പോയില്ല. Everybody was standing at the backside of Paul and Silas. പൗലോസിന്റെയും ശീലാസിന്റെയും പിന്നിൽ എല്ലാവരും നിൽക്കുക. But seeing this situation, jailer was about to kill himself. ഇത് കണ്ടപ്പോൾ ജയിലർ ഭയപ്പെട്ടു. അദ്ദേഹം തന്നെത്താൻ കൊല്ലുവാനായിട്ട് ആരംഭിച്ചു. Paul told, "Sir, please don't kill yourself. We all are here." തടവുപുള്ളിയായ പൗലോസ് വിളിച്ചു പറയുക ജയിലറോട്, നിങ്ങളെ തന്നെ കൊല്ലരുത്. Say hallelujah. Hallelujah. What happened over there? എന്താ അവിടെ സംഭവിച്ചത്? Because of prayer and praise, every prisoner got saved on one night. ആ പ്രാർത്ഥനയാലും സ്തുതിയാലും ആ ജയിലിലുള്ള എല്ലാവരും രക്ഷപ്പെടുവാനിടയായി. One night everyone got saved. ഒരൊറ്റ രാത്രി എല്ലാവരും രക്ഷപ്പെട്ടു. One night whole prison got saved in the name of Jesus. ഒരൊറ്റ രാത്രി കൊണ്ട് മുഴു ജയിലും രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. One night is sufficient to save our Chalakudi town for our Lord Jesus ഒരൊറ്റ Christ. രാത്രി മതി ദൈവത്തിന് ചാലക്കുടി പട്ടണത്തെ വിമോചിക്കുവാനായി. One night, that is today is the night our Chalakudi town is going to be. ആ രാത്രി ഇന്നത്തെ രാത്രിയാകട്ടെ ചാലക്കുടിയുടെ വിടുതലിന്റെ രാത്രി. We are praying like Paul and Silas here today. നമുക്കിന്ന് പൗലോസും ശീലാസും
പ്രാർത്ഥിച്ചതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. In the name of Jesus. യേശുവിന്റെ നാമം Our ചൊല്ലി Chalakudi town is be blessed in the name of Jesus. ചാലക്കുടി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. Let our Chalakudi town be blessed in the name of Jesus. ചാലക്കുടി പട്ടണം യേശുവിനാൽ Let our അനുഗ്രഹിക്കപ്പെടട്ടെ. Chalakudi town be saved in the name of Jesus. യേശുവിൻ നാമത്തിൽ ചാലക്കുടി രക്ഷിക്കപ്പെടട്ടെ. Everyone in this Chalakudi town be eligible to inherit the kingdom of God. ചാലക്കുടി പട്ടണത്തിലെ ഓരോ വ്യക്തിയും സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഇടവരട്ടെ. Let our Chalakudi town become a town of peace in the name of Jesus. ചാലക്കുടി പട്ടണം സമാധാനത്തിന്റെ പട്ടണമായി മാറട്ടെ. Hereafter there should not be any murder in our Chalakudi town. ചാലക്കുടി പട്ടണത്തിൽ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കപ്പെടട്ടെ. In the name of Jesus. യേശുവിൻ നാമത്തിൽ The spirit of murder is broken down in the name of Jesus. കൊലപാതകത്തിന്റെ ആത്മാവ് ചാലക്കുടി പട്ടണത്തെ വിട്ടുപോകട്ടെ. I break the spirit of adultery in the name of Jesus. വ്യഭിചാരത്തിന്റെ ആത്മാവ് ചാലക്കുടി പട്ടണം വിട്ടുപോകട്ടെ. I break the spirit of theft in the name of Jesus. കളവിന്റെ ആത്മാവ് ചാലക്കുടി പട്ടണത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. Let our Chalakudi town become a town of peace in the name of ചാലക്കുടി Jesus. പട്ടണം സമാധാനത്തിന്റെ പട്ടണമായി മാറട്ടെ. Let everyone be happy in Chalakudi town. ചാലക്കുടിയിലുള്ളവർ ദൈവത്തിൽ സന്തോഷിക്കട്ടെ. Let every business in Chalakudi town be blessed in the name of Jesus. യേശുവിൻ നാമത്തിൽ ചാലക്കുടിയിലെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. Let every student in Chalakudi town study very well in the name of Jesus. ചാലക്കുടിയിലെ വിദ്യാർത്ഥികൾ നല്ല വിദ്യാർത്ഥികളായി നല്ലവണ്ണം പഠിച്ചു മാർക്ക് വാങ്ങുവാൻ ഇടയാകട്ടെ. Let everyone who is waiting for the promotion get promoted in the name of Jesus. ചാലക്കുടിയിലെ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കുന്നവരാകുവാൻ ഇടയാകട്ടെ. Thank you. Our God is listening to our prayer today. ഇന്ന് രാത്രി ദൈവം നമ്മുടെ പ്രാർത്ഥന Whatever we have told here, that is heard by heaven. നാം പറഞ്ഞതെല്ലാം നാം പ്രാർത്ഥിച്ചതെല്ലാം സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടു. In the coming days you are going to see whatever God told here is going to happen in our Chalakudi town. അടുത്ത ദിവസങ്ങളിൽ ദൈവം പറഞ്ഞത് ഈ ചാലക്കുടി പട്ടണത്തിൽ നിവർത്തിക്കുവാനായിട്ട് Holy പോകുകയാണ്. Spirit is telling one more thing. പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടി പറയുന്നു. Some of you, very few of you, നിങ്ങളിൽ ചിലർ you are having the suicidal thought because of debt problem in your family. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളിൽ ചിലർ ആത്മഹത്യാ പ്രവണതയുള്ളവരാണ്. Because of the business loss in your family. ഒരുപക്ഷേ സാമ്പത്തിക ഞെരുക്കം, ബിസിനസ് തകർന്ന സാമ്പത്തിക ഞെരുക്കം. You are thinking, how can I repay this debt? ഈ കടം എങ്ങനെ വീട്ടി തീർക്കും? So today Holy Spirit is telling, ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുക, my son, my daughter, today is the turning point in your life. എന്റെ മകളെ, എന്റെ മകനെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റത്തിന്റെ ദിവസമാ. I am going to give you a new beginning, new start from today. ഇന്ന് രാത്രി ഞാനൊരു പുതിയ തുടക്കം നിന്നിൽ നിന്ന് തുടങ്ങുവാൻ ആരംഭിക്കാൻ. Committing suicide is not the end of your life. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. You live for me, I will take care of your life. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുന്നുവെങ്കിൽ യേശു നിങ്ങളെ സഹായിക്കാൻ തയ്യാറാ. Say hallelujah. ഹല്ലേലൂയ. Today Holy Spirit is amidst us today. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. What happened to this jailer? ഈ ജയിലറിന് എന്ത് സംഭവിച്ചു? As soon as he saw, he went and counted every prisoner, everyone was standing there. അദ്ദേഹം കണ്ടു എല്ലാ ജയിൽ പുള്ളികളും അവിടെ തന്നെ ഉണ്ട്. I'm going to finish my message within another 5 minutes. 5 മിനിറ്റ് കൊണ്ട് സന്ദേശം അവസാനിക്കും. Listen to me very carefully. ശ്രദ്ധിക്കണമേ. Immediately that jailer asked, അപ്പോൾ ആ ജയിലർ പെട്ടെന്ന് ചോദിച്ചു, servants of God, what must I do to be saved? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? By seeing their witnessing life, he himself came and asked, what should I do to be saved? ആ സാക്ഷ്യം, ആ അത്ഭുതം കണ്ട് അദ്ദേഹം ചോദിക്കുക, രക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? Listen to me very carefully. ശ്രദ്ധിക്കണമേ. Because that jailer understood the man who has already received salvation only can stand here, or else they might have run from this particular place. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പരിപാടി തന്നെയാണ് ഇത്. അവർ ദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെല്ലാം ഓടിപ്പോയനെ. Because saved people, the children of God, will always follow legally, will always follow the law of any country which we live in. ദൈവമക്കൾ മാത്രമാണ് നിയമത്തെ അനുസരിച്ച് നിയമപരമായി ജീവിക്കുന്നത്. Here what happened? As soon as he asked that question, ആ ചോദ്യം ചോദിച്ചു കേട്ടപ്പോൾ Paul told, പൗലോസ് പറഞ്ഞു, believe in the Lord Jesus Christ.
യേശുവിൽ വിശ്വസിക്കുക. You and your household will be saved. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഭവനവും രക്ഷിക്കപ്പെടും. It is not only for him that salvation through jailer, it will go to the entire household. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ ആ രക്ഷ നിങ്ങളുടെ കുടുംബത്തിലേക്കും പ്രവേശിക്കാനായിട്ട് ഇടയായിത്തീരും. Whoever is listening this voice, please understand, through you let the salvation go to your family. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിലൂടെ നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്കും ആ രക്ഷയുടെ സന്ദേശം എത്തുകയാണ്. Here what happened? The jailer took Paul and Silas to his family. They went and preached the word of God. Everyone got saved. Everyone was baptized for the glory of അന്ന് God. രാത്രിയിൽ പൗലോസും ശീലാസും സുവിശേഷം അറിയിച്ചു. ആ കുടുംബം യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. Entire family accepted the Lord Jesus Christ. ജയിലറിന്റെ കുടുംബം മൊത്തമായി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. Bible says after their baptism they rejoiced in the Lord. They lived very വചനം happily. പറയുന്നു, അവർ രക്ഷിക്കപ്പെട്ട് യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് യേശുവിന്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചു. Let's all stand up in the presence of നമുക്ക് the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Let's all stand up. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. No need to close your eyes for a few seconds. നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ അടയ്ക്കണ്ട. You just open your eyes and listen to me carefully. നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാം. Today Jesus has spoken to us very clearly. യേശു നമ്മോട് സംസാരിച്ചു ഇന്ന് Our രാത്രി. Jesus is present over here. യേശു ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. Even if there is anyone who is not yet saved by the blood of Jesus Christ, യേശുവിനാൽ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ today is an open invitation for you. നിങ്ങളെ ദൈവം ക്ഷണിക്കുകയാണ്. Jesus is telling, come to me. യേശു പറയുക, വരിക, So I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം That നൽകും. rest, eternal rest is possible only through the salvation. ഈ നിത്യരക്ഷ യേശുവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. There are 4 steps for receiving this salvation. ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ 4 പടികളുണ്ട്. Let me tell you and I am going to pray for you within 2 minutes. ഞാൻ അത് നിങ്ങളോട് അറിയിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് Let me പോകുന്നു. tell you there are 4 English letters. Let me share this gospel with 4 English letters. 4 ഇംഗ്ലീഷ് ലെറ്റർ. First word starts with A. Admit that you are a sinner. എ, നിങ്ങളൊരു പാപിയാണെന്ന് നിങ്ങളെ തന്നെ സമ്മതിക്കുക. Second, B. Believe that the blood of Jesus Christ will purify or cleanse from all your sins. ബി, ബിലീവ്, വിശ്വസിക്കുക, യേശുവിന്റെ രക്തം നിങ്ങളുടെ പാപങ്ങൾ പൂർണ്ണമായി മായ്ച്ചു കളയും. Thirdly, C. Confess all your sins to the Lord Jesus Christ. യേശുവിലേക്ക് നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുക. Fourthly, the word letter D. Word deliverance from all the powers of sins. 4ാമത്തെ വാക്ക് ഡി, ഡെലിവറൻസ്, വിടുതൽ. ദൈവം സകല പാപങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും. Let's all close our eyes. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let's all look upon our Lord Jesus Christ. യേശുവിലേക്ക് നമുക്ക് നോക്കാം. If there is any person who is still unsaved, if you want to receive the salvation, can you please raise your hand wherever you are standing? ഞങ്ങളെ ശ്രദ്ധിക്കുന്നതിൽ ആരെങ്കിലും ഇതുവരെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുള്ള അവസരമാണിത്. As a servant of God, I want to pray for you. ഈ ദൈവദാസൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് You പോവുകയാണ്. don't miss this opportunity. ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക. Today is your day. ഈ ദിവസം നിങ്ങളുടെ You ദിവസമാണ്. don't look at anybody else. നിങ്ങളുടെ അരികിലിരിക്കുന്ന ആളുകളെ നോക്കേണ്ട ആവശ്യമില്ല. Everyone's eyes are closed right now. എല്ലാ കണ്ണുകളും അടയട്ടെ. You just raise your hand. നിങ്ങളുടെ കരങ്ങളെ ഉയർത്താം. Let our Lord Jesus Christ see your hand today. യേശു നിങ്ങളുടെ കരങ്ങളെ കാണട്ടെ. Already 4 steps I told you today. 4 സ്റ്റെപ്പുകൾ ദൈവദാസൻ പറഞ്ഞു കഴിഞ്ഞു. When you raise your hand, നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ you just admit that you are a sinner. നിങ്ങളൊരു പാപിയാണെന്ന് നിങ്ങൾ ഏറ്റുപറയുക. You say like Zacchaeus, Jesus, I am a sinner. സക്കായി പറഞ്ഞ പോലെ, യേശുവേ ഞാനൊരു പാപിയായ മനുഷ്യൻ. Second, you believe that the blood of Jesus Christ will purify your sins. രണ്ടാമത് വിശ്വസിക്കുക, യേശു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. Thirdly, you
See, confess all your sins to Lord Jesus Christ. മൂന്നാമത് നമ്മുടെ പാപങ്ങൾ മുഴുവനായും യേശുവിന്റെ മുമ്പിൽ നമുക്ക് ഏറ്റുപറയാം. Fourthly, deliverance from our Lord Jesus Christ from all the powers of sin. പിശാചിന്റെയും പാപത്തിന്റെയും കെണിയിൽ നിന്ന് പൂർണ്ണമായും യേശു നമ്മെ വിടുവിക്കുന്നു എന്ന് വിശ്വാസത്തോടെ നമുക്ക് അത് ഏറ്റെടുക്കാം. Can you raise your hand up? Can you raise your hand up? കരങ്ങൾ ഉയർത്താനായിട്ട് കഴിയും. Unsaved people, if you are രക്ഷിക്കപ്പെടാത്ത ആളുകൾ ആരെങ്കിലും ഇന്ന് ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. Nobody should open your eyes right now. ആരും കണ്ണുകളെ തുറക്കണ്ട. യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ. I see some hands. You raise it up. ഞാൻ പല കൈകളും ഇവിടെ കാണുന്നുണ്ട്. In the name of Jesus, യേശുവിൻ നാമത്തിൽ. Lord, whoever wants to receive salvation, യേശുവേ അങ്ങയുടെ രക്ഷ പ്രാപിക്കുവാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ, Lord, as they have followed these 4 steps which you told through me, Lord, കർത്താവേ അടിയന് നൽകിയ 4 ആ സ്റ്റെപ്പുകൾ അവർക്ക് നൽകുകയാണ് in കർത്താവേ. the name of Jesus, യേശുവിൻ നാമത്തിൽ let everyone be saved for your glory, Lord. എല്ലാവരും കർത്താവേ ആ യേശുവിൻ നാമത്തിലുള്ള രക്ഷ അനുഭവിക്കട്ടെ. Even I pray for the people who are praying from different places, Lord, let them also be saved in the name of Jesus. ഈ ഗ്രൗണ്ടിന്റെ നാനാഭാഗത്ത് നിന്നുകൊണ്ട് ഈ വചനത്തെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവേ അവരുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നിരിക്കുന്നുവെങ്കിൽ അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. Let everyone be saved in the name of Jesus. എല്ലാവരും യേശുവിൻ നാമത്തിലുള്ള രക്ഷ അനുഭവിക്കട്ടെ. Thank you so much. This is the beginning day of the salvation of our Chalakudi city, Lord. യേശുവേ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത് ചാലക്കുടി പട്ടണത്തിന്റെ രക്ഷയുടെ ആദ്യത്തെ ദിനമാകട്ടെ. Let all the 55,000 people in Chalakudi town understand your love in the name of Jesus. യേശുവേ ഈ പട്ടണത്തിൽ താമസിക്കുന്ന 55,000 വരുന്ന ജനങ്ങൾ യേശുവിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ അവിടുന്ന് സഹായിക്കണമേ. Lord, at the same time I pray for the backslided people from your love, Lord. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, പിന്മാറ്റക്കാരായ ആരെങ്കിലും ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ അവർക്കായി പ്രാർത്ഥിക്കുന്നു. Even let them also come to you today again, Lord. അവരും യേശുവിന്റെ സ്നേഹത്തോട് അടുക്കുവാൻ അങ്ങ് ഇന്ന് രാത്രികാലം സഹായിക്കണമേ. Please touch and bless them, Lord Jesus. അവിടുന്ന് സ്പർശിച്ച് അനുഗ്രഹിക്കണമേ. Lord, thank you so much for Pastor Johnson and his Philadelphia church and believers, Lord. കർത്താവിന്റെ ദാസൻ ജോൺസൺ പാസ്റ്റർക്കും ഫിലദൽഫിയ സഭയ്ക്കുമായിട്ട് നന്ദി കർത്താവേ. After these 4 days convention meetings, let his church start growing rapidly for the glory of God. ഈ 4 ദിവസ കൺവെൻഷൻ ഈ ദൈവസഭയുടെ അനുഗ്രഹത്തിനും നന്മയ്ക്കും വളർച്ചയ്ക്കും കാരണമാക്കി തീർക്കണമേ. Many more people be saved and added into the church, Lord. അനേകർ കടന്നു ദൈവസഭയോട് ചേരുവാൻ ഇടയാക്കണമേ. Lord, even I pray for the people who are watching, Lord Jesus, hearing this message from Good News, this live, Lord, let them also be saved and be blessed, Lord. ന്യൂസ് ലൈവിലൂടെ കർത്താവേ ഈ വചനങ്ങളെ ശ്രവിക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കണമേ. Let everyone be blessed in the name of Jesus. എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കണം. Lord, we believe through your word you touched everyone and saved everyone. ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് എല്ലാവരെയും ഒരുപോലെ സ്പർശിച്ച് രക്ഷിച്ചിരിക്കുകയാണ്, അനുഗ്രഹിച്ചിരിക്കുകയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. Thank you so much for hearing our prayers and answering ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ അങ്ങേക്ക് നന്ദി. We render you all the praises and honor and glory. എല്ലാ മുഴുമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. In Jesus most precious name we humbly pray. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ.